ലേക്ക് തന്നെയാണ് പോകുന്നത്. സംസ്ഥാനത്തിന്റെ മഴ സാഹചര്യം ഇന്ന് എങ്ങനെയാണ്, മഴക്കെടുതിയിലുണ്ടായ നാശനഷ്ടം, അതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ കനത്ത നാശമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി. എറണാകുളം, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. വ്യാപക കൃഷിനാശവും ഉണ്ടായി. ഇന്നും മഴ തുടരും. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുമുണ്ട്. അതേസമയം മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. കോട്ടയത്ത് ഈരാറ്റുപേട്ട, പാല അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ മഴയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഡാൻ കുര്യൻ, ഡാനി പോൾ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഞാൻ എറണാകുളത്തേക്കാണ് പോകുന്നത്. ഡാനി പോൾ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേഘവിസ്ഫോടനം എന്നുള്ള ഒരു പ്രതിഭാസമുണ്ടായി. വളരെ പൊടുന്നനെ നഗരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇൻഫോ പാർക്കിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. വല്ലാത്ത ദുരിതത്തിലേക്ക് എറണാകുളം നിവാസികൾ ഒരൊറ്റ മണിക്കൂറിൽ എത്തിപ്പെട്ടു എന്നുള്ളതായിരുന്നു സാഹചര്യം. എങ്ങനെയാണ് ഇന്നത്തെ എറണാകുളത്തിന്റെ ഒരു ചിത്രം? ഈ വെള്ളക്കെട്ട്, മഴയൊരു അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, വെള്ളക്കെട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? അതെ, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ സാഹചര്യം അല്ല ഇന്ന് കൊച്ചിയിലുള്ളത്. വളരെ ആശ്വാസമുള്ളതാണ്. കാരണം ഇന്നലെ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മഴ പെയ്യുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകളായി മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കൊച്ചി, എറണാകുളം ജില്ലയിൽ പൊതുവെയുള്ളത്. മഴ വളരെ ദുർബലമായ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് മഴ പെയ്തുണ്ടെങ്കിൽ പോലും അത് ഇന്നലത്തെ ദിവസത്തെയോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലാണ്. വളരെ ദുർബലമായി മാത്രമേ ഉള്ളൂ ഇതുവരെയുള്ളൊരു അന്തരീക്ഷം. ഇനി അത് പിന്നീട് മാറുമോ എന്നറിയില്ല. ഏതായാലും ഇന്നലെ നമ്മൾ പറയപ്പെടുന്നത് പോലെ മേഘവിസ്ഫോടനം എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക്, അതിശക്തമായ രീതിയിലേക്ക് മഴ പെയ്ത്ത് ഉണ്ടായി. അത് പല ഭാഗങ്ങൾ, എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളെ വളരെ സാരമായിട്ട് തന്നെ ബാധിച്ചു. പ്രത്യേകിച്ച് കളമശ്ശേരി ആയിരുന്നു ഇതിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചത്. കളമശ്ശേരിയിൽ നിന്ന് ഏതാണ്ട് 30ഓളം വാർഡുകൾ, കളമശ്ശേരി നഗരസഭയുടെ കീഴിൽ വരുന്ന 30ഓളം വാർഡുകൾ പൂർണ്ണമായും വെള്ളക്കെട്ടിൻ്റെ പിടിയിലേക്ക് വരുന്നൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ള കളമശ്ശേരി VHSSൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 10ഓളം കുടുംബങ്ങളെ അവിടേക്ക് മാറ്റി പാർപ്പിച്ചു. 33 പേർ അവിടെ കഴിയുന്നുണ്ട്. അതോടൊപ്പം കാക്കനാട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അവിടെയും ഏതാണ്ട് 10 കുടുംബങ്ങളെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ക്യാമ്പുകളാണ് എറണാകുളം ജില്ലയിൽ ഇതുവരെ തുറക്കേണ്ടി വന്നിട്ടുള്ളത്. പറവൂർ താലൂക്കിൽ മരം വീണ ഒരു വീടിന് സാരമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ദുരിതവശങ്ങൾ. ഇന്നലെ കാര്യമായ രീതിയിൽ മഴ പെയ്തുണ്ടായി. മുങ്ങിപ്പോയ ഇൻഫോ പാർക്ക്, അതോടൊപ്പം തന്നെ കളമശ്ശേരിയുടെ തന്നെ മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ വെള്ളം നന്നായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യുന്നൊരു പ്രോസസ്സൊക്കെ ആയിരിക്കും നടക്കുക. ശുചീകരണത്തിനായിരിക്കും ഇന്ന് അവിടെ പ്രാധാന്യം കൊടുക്കുക. കാരണം വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ ഭാഗങ്ങളെല്ലാം തന്നെ, കളമശ്ശേരി ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം നിറയുകയായിരുന്നു. മൂലേപ്പാടം റോഡ്, റോക്ക്വെൽ റോഡ്, വട്ടേക്കുന്നം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം മൂലേപ്പാടത്ത് ഒരു മതിലിടിഞ്ഞ് വീഴുകയും ചെയ്തു. തൃക്കാക്കരയിൽ ഇന്നലെ ഒരു കാറ് വെള്ളത്തിലേക്ക് വീണു. റോഡും തോടും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ആ വഴി പോയ അപരിചിതന യാത്രക്കാരനായിരുന്നു വെള്ളത്തിലേക്ക് പോയത്. അയാളെ രക്ഷപ്പെടുത്തുകയും കാറ് കരകയറ്റുകയും ചെയ്ത സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായി. ഇന്നൊക്കെ വരുമ്പോൾ തികഞ്ഞ ഒരു ആശ്വാസമാണ്. മഴ ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. മഴ തൂവലുണ്ടെന്നല്ലാതെ ഒരു ശക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. അതൊരു ആശ്വാസം തന്നെയാണ്. ഇന്ന് ആ മേഖലകളിൽ ഇന്നലെ ആളുകൾക്ക് ഒഴിഞ്ഞു പോരേണ്ടി വന്ന, ഇന്നലെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗങ്ങളെല്ലാം തന്നെയാണ് ഇതിൻ്റെ ഒരു ഏകോപനം നിർവഹിച്ച. പലരും തന്നെയും അടിയന്തരമായി ചെറിയ ഫൈബർ ബോട്ടുകൾ ഇറക്കി അവരെ അവിടെ നിന്ന് മാറ്റുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം എന്തായാലും ഇന്നില്ല. ആര്യ, തീർച്ചയായും ഡാനിയുടെ ഫ്രെയിം കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആശ്വാസം തോന്നി കേട്ടോ. കാരണം ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്രത്തോളം ദുരിതപൂർണമായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ. റോഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം ഡാനി. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ദൃശ്യങ്ങളിലൂടെയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അവിടുത്തെ റോഡുകളിലെ നീണ്ട ബ്ലോക്ക്, റോഡുകളെല്ലാം വെള്ളക്കെട്ടായിരിക്കുന്നു. ഈ സിറ്റിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും റോഡുകളും എല്ലാം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും ഇന്ന് മഴ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. എന്നാലും എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മൺസൂൺ 31-ാം തീയതി എത്താനും പോവുകയാണ്. എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഈ വെള്ളക്കെട്ട് ഈ
റോഡിൽ നിന്ന് മാറ്റുന്നതിൽ, അത്തരത്തിൽ വെള്ളക്കെട്ട് കുറയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ആലോചിക്കുന്നുണ്ടോ കോർപ്പറേഷൻ? ആ രീതിയിലേക്ക് ചില വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്ന ഒന്നും ചേർക്കട്ടെ. ചെറിയ മഴ പെയ്തു തുടങ്ങി, ഏതായാലും നമ്മൾ പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞില്ല. ചെറിയ രീതിയിൽ മഴ തൂവലുണ്ട്. എന്തായാലും അതൊന്നും ഇന്നലത്തെ ദിവസത്തിനോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിട്ടില്ല എന്നതാണ്. ഇന്നേക്ക് വരുമ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലുള്ളൊരു മഴ പെയ്ത്ത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് ഒട്ടും അപകടപ്പെടുത്തുന്നതല്ല. പ്രധാനമായി എടുത്ത് പറയേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇടപ്പള്ളി പ്രദേശം വലിയ രീതിയിൽ മുങ്ങിപ്പോയതാണ്. ആ പ്രദേശത്ത് നിരവധിയായ ഷോപ്പിംഗ് സെൻറ്ററുകളെല്ലാം തന്നെ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നേരിടുന്നൊരു പ്രശ്നം, നാട്ടുകാർ പറയുന്നൊരു കാര്യം, വലിയ രീതിയിൽ ഇത്തരം സെൻറ്ററുകൾ കാര്യങ്ങളെല്ലാം തന്നെ വരുമ്പോൾ ഈ വെള്ളം ഉണ്ടാകുമ്പോൾ അത് ഒഴുകിപ്പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ കാനകൾ സമ്പ്രദായങ്ങൾ മാറുന്നില്ല, തീർത്തും അശാസ്ത്രീയമായി മാറുന്നു. പലയിടത്തും വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്, പക്ഷേ അത് ഒഴുകിപ്പോകാൻ കാനകളിലേക്കുള്ളൊരു കണക്ടിവിറ്റി റോഡിൽ നിന്നുണ്ടാകുന്നില്ല. ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും പല കടക്കാരും തന്നെ അതെല്ലാം തന്നെ കോൺക്രീറ്റ് ചെയ്ത് മറച്ച് അവരുടെ സ്ഥാപനങ്ങളിലേക്ക് കാറുകൾ കയറി കിടക്കുന്ന രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെയാണ് ഈ കൃത്യമായ രീതിയിലേക്ക് ഒരു വെള്ളം ഒഴുകി പോകാൻ കഴിയാത്തതെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യം നഗരസഭയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റോഡുകളിലെ ഈ രീതിയിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് ഭാഗങ്ങളിലാണ് കൂടുതൽ വെള്ളക്കെട്ടുണ്ടായതെന്ന് മാത്രം പരിശോധിച്ചാൽ മതി. നമ്മൾ കല്ലൂർ സ്റ്റേഡിയമാകട്ടെ, അല്ലെങ്കിൽ സ്റ്റേഡിയം പരിസരവും, അല്ലെങ്കിൽ ഇടപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പോൾ പാലാരിവട്ടം, MG റോഡ് എന്നിവിടങ്ങളിലേക്കെല്ലാം വരുമ്പോൾ ഈ രീതിയിലുള്ളൊരു അശാസ്ത്രീയത കാണാൻ കഴിയും. പലപ്പോഴും അതിന് മുകളിലേക്ക് വെള്ളം ഒഴുകി പോകാനായിട്ട് വളരെ ചെറിയ ഒരു ഗ്രില്ല് മാത്രമാണ് കമ്പികൾ കൊണ്ട് സ്ഥാപിച്ചിരുന്നത്. അത് മാലിന്യം അടിഞ്ഞ് മൂടിപ്പോകുന്നൊരവസ്ഥ, റോഡിലെ കല്ലും മണ്ണും എല്ലാം തന്നെ അടിഞ്ഞ് മൂടിപ്പോകുന്ന അവസ്ഥ, അതൊന്നും കൃത്യമായിട്ട് ചെയ്തു പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകണം. എങ്കിൽ മാത്രമേ റോഡുകളിലെ റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. കാരണം കൃത്യമായൊരു മാർഗനിർദ്ദേശങ്ങളോടുകൂടി ഇത് നടപ്പാക്കുക. കാനകൾക്ക് വലിയ രീതിയിൽ ആഴം കൂട്ടുകയും ബലപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് വെള്ളം ഒഴുകിയെത്താൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിവിധ നഗരസഭകൾ കൃത്യമായ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രൂപപ്പെട്ട ബ്ലോക്ക് ഏതാണ്ട് 5 കിലോമീറ്ററിലധികം നിന്നിരുന്നു എന്നതാണ്. അത് റോഡിലെ വെള്ളക്കെട്ട് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അത് ഒഴിവാക്കാൻ കഴിയുന്നത് തന്നെയാണെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നഗരസഭയുടേതടക്കമുള്ള ഭാഗത്തുനിന്നുണ്ടാകണം. അത് നടപടിയെടുക്കാൻ, പിഴ ചുമത്താൻ തയ്യാറാകണം. ഓരോ സ്ഥാപനവും അവരവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഇത്തരം പാർക്കിംഗ് സംവിധാനം ഒരുക്കുമ്പോൾ അത് വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങളെ തടഞ്ഞുകൊണ്ടാകരുത് എന്ന ആവശ്യമുയരുന്നു. അത് ഇപ്പോഴുള്ള വെള്ളക്കെട്ടുകളെല്ലാം തന്നെ അതൊരു പാഠമാണ്. അതിൽ നിന്ന് കൂടുതൽ പഠിച്ച് നഗരസഭകൾ മുന്നോട്ട് പോകേണ്ടതുമാണ്. തീർച്ചയായും ഡാനി എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. ഞാനും പറഞ്ഞു, ഡാനിയുടെ ഫ്രെയിം കാണുമ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, മഴ മാറി നിൽക്കുന്നു എന്നൊക്കെ. പക്ഷെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് കുട പിടിക്കേണ്ട അവസ്ഥ വന്നു. എന്തായാലും അതാണ് നമ്മുടെ സംസ്ഥാനത്തെ മഴയുടെ ഒരു സാഹചര്യം. എപ്പോൾ വേണമെങ്കിലും പൊടുന്നനെ മഴ പെയ്യാം. എറണാകുളത്തെ ഇന്നലത്തെ സാഹചര്യം അല്ലെങ്കിൽ പോലും അവിടെ വീണ്ടും ചെറിയ തോതിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ്. എന്തായാലും താങ്ക് യു ഡാനി പോളാണ് എറണാകുളത്തെ മഴ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. ഇത് കോട്ടയം ജില്ലയിലേക്കാണ്. കഴിഞ്ഞ ദിവസം അവിടെ കോട്ടയം ജില്ലയിലും മഴയുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടമൊക്കെ സംഭവിച്ചിരുന്നു. കോട്ടയത്തേക്ക് എത്തുമ്പോൾ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായി, മഴയുമായി ബന്ധപ്പെട്ട് മറ്റ് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? ആര്യ,
മഴ ഒരൽപ്പം മാറി നിൽക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം മുതൽ ഒരു 3 മണി മുതൽ കാര്യമായ മഴ എവിടെയും പെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം. ഇന്ന് രാവിലെയും അതേ സ്ഥിതിയാണ് ഇതുവരെ തുടരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ച് അലർട്ട് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും മഴ വീണ്ടും ഇടയ്ക്ക് കനക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നലെ ഈ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായത് ഈ ഉരുൾപൊട്ടൽ തന്നെയാണ് പ്രധാന കാരണമായി പറയുന്നത്. പ്രത്യേകിച്ച് തലനാട്, തീക്കോയി, ഒപ്പം തന്നെ ഭരണങ്ങാനം വില്ലേജിൽപ്പെട്ട സ്ഥലം, ഈ 3 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. അങ്ങനെ മീനച്ചിലാറ്റിൽ വലിയ രീതിയിൽ വെള്ളം കൂടുന്നു. അങ്ങനെയാണ് ഈരാറ്റുപേട്ടയിലും പാലാ നഗരത്തിൽ ഏതാണ്ട് രാത്രി വൈകുന്നേരത്തോടു കൂടിയും വെള്ളം കയറുന്ന സ്ഥിതി വന്നത്. ആ വെള്ളം അല്പം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഒരു ആശ്വാസം. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അതേസമയം തന്നെ ഇത്തരം വിവിധയിടങ്ങളിലെ മഴ കാരണം, അതിശക്തമായ മഴ കാരണം തോടുകളിലൂടെയും മറ്റും വെള്ളം ഒലിച്ചു കയറി പലയിടത്തും ജനങ്ങൾ ദുരിതത്തിലായിട്ടുണ്ട്. ഏതാണ്ട് 300-ലധികം ആളുകൾ, 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടെ 300-ലധികം ആളുകൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. 16 വീടുകൾ ഏതാണ്ട് ഭാഗികമായി നശിച്ചിട്ടുണ്ട്. ഒരു വീട് കോട്ടയം താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, ഇന്നും ഈ മഴ തുടരും എന്നുള്ളത് കൊണ്ട് എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇന്നും ഉണ്ടാകും. അതായത് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെയുള്ള നിയന്ത്രണങ്ങളടക്കം ഇന്നും തുടരും എന്ന് തന്നെയാണ്. കൺട്രോൾ റൂം ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടുള്ള ഏകോപനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തോടുകളിൽ പലയിടത്തും, ഈ മണിമല, പന്നകം തോടടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്നലെ വൈക്കത്ത് മീൻ പിടിക്കാൻ പോയ തൊഴിലാളി കാറ്റത്ത് വള്ളം മറിഞ്ഞ് മരിക്കുന്ന സാഹചര്യവും ഇന്നലെ ഉണ്ടായി ജില്ലയിൽ. ഒരാളെ ഈ കൊക്കയാർ ഭാഗത്ത് നിന്ന്, ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്, അവിടെ നിന്ന് കാണാതായതായുള്ള സൂചനകളുണ്ട്. അത് സംബന്ധിച്ച് അന്തിമമായൊരു സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. എന്തായാലും മഴ ഒരൽപ്പം മാറി നിൽക്കുന്ന ഒരു ആശ്വാസത്തിലാണ് ഇന്ന് രാവിലെ ഉള്ളത്. അത് ഇനി ഉച്ചയ്ക്ക് ശേഷമോ മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് മഴ കടുക്കുമോ എന്നുള്ള ആശങ്കയും നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാലവർഷം തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഈ കിഴക്ക് നിന്നുള്ള വെള്ളം പൂർണ്ണമായി ഇനിയിപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് ഒലിച്ചെത്തുന്നത്. അവിടെ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആഴ്ചകളോളം വെള്ളക്കെട്ടുകൾ ഈ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ, ഐമന, മാർപ്പൂക്കര, തിരുവാർപ്പ്, അങ്ങനെ വിവിധ പഞ്ചായത്തുകളിൽപ്പെട്ട വൈക്കത്തിന്റെ വിവിധ മേഖലകളിലൊക്കെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഒരു പരിധിവരെ ഇപ്പോൾ ഉണ്ടായ വെള്ളപ്പൊക്കം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ ഇത്തരം മേഖലകളിൽ വെള്ളം കയറുന്നതിനും കൂടുതൽ സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും അതാണ് കോട്ടയത്തിന്റെ ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം അവിടെ ഉരുൾപൊട്ടലുണ്ടായി, വെള്ളപ്പൊക്ക ഭീഷണിയും, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ശ്രീജിത്ത് നൽകിയത്. ഇനി നമുക്ക് കാലവർഷം മെയ് 31 എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ എങ്ങനെയാണ് കാലാവസ്ഥാ വകുപ്പ് മൺസൂൺ സ്ഥിരീകരിക്കുന്നത്? അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാലവർഷം മെയ് 31 എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇത്തരത്തിൽ കാലവർഷം കേരളത്തിൽ എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ കാലാവസ്ഥാ വകുപ്പിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവ പൂർത്തിയായാൽ മാത്രമേ കാലവർഷം എത്തിയെന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ. എന്താണ് ആ മാനദണ്ഡങ്ങൾ എന്ന് നോക്കാം. മെയ് 10 ശേഷം ലക്ഷദ്വീപ് ഉൾപ്പെടെ തിരുവനന്തപുരം മുതൽ മംഗളൂർ വരെയുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ 14 സ്റ്റേഷനുകളിലെ മഴ മാപിനുകളിൽ 60% തുടർച്ചയായ 2 ദിവസമോ അതിൽ കൂടുതലോ 2.5 mm മഴ രേഖപ്പെടുത്തണം. മിനിക്കോയ്, അമിനി, തിരുവനന്തപുരം, പുനലൂർ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, ഗുഡ്ലു, മംഗലാപുരം എന്നീ സ്റ്റേഷനുകളാണവ. ഇതിൽ കുറഞ്ഞത് 8 എണ്ണത്തിൽ തുടർച്ചയായ 2 ദിവസമോ അതിൽ കൂടുതലോ 2.5 mm മഴ രേഖപ്പെടുത്തണം. അടുത്തത് കാറ്റിന്റെ മാനദണ്ഡമാണ്. പടിഞ്ഞാറ് നിന്നുള്ള കാറ്റ് 4.2 കിലോമീറ്റർ ഉയരത്തിൽ വരെ നിലനിൽക്കണം. കാറ്റിന്റെ വേഗത 28 മുതൽ 37 km/h വരെ ശക്തമാകണം. ഇതിനു പുറമെ INSAT ഉപഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഒത്തുവന്നാൽ മാത്രമേ കേരളത്തിൽ കാലവർഷം എത്തിയതായി പ്രഖ്യാപിക്കുകയുള്ളൂ. മഴക്കാലം ശക്തി പ്രാപിക്കുന്നത് കണക്കിലെടുത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി താലൂക്ക് തലം വരെ ഉൾപ്പെടുത്തിയുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കാലാവസ്ഥാ മാപിനികളുടെ എണ്ണം 100 ഉയർത്താൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. 35 കാലാവസ്ഥാ മാപിനികൾ സ്ഥാപിക്കാനുള്ള സ്ഥലം ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു. നിലവിൽ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തുടരുന്നതിന്റെ പിന്നാലെയാണ് മൺസൂൺ എത്തുന്നത്. എന്തായാലും കൂടുതൽ മഴ ലഭിക്കും, ശക്തമാകും എന്ന മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനാൽ ജാഗ്രതയോടെ ഇരിക്കാം. അപ്പോൾ ഇതാണ് മൺസൂൺ സ്ഥിരീകരിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ.
ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്തിന്റെ ഒരു സാഹചര്യം? താഴ്ന്ന പ്രദേശങ്ങളെല്ലാം സാധാരണ ഒരു ഒറ്റ മഴയിൽ തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന പതിവാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും വെള്ളക്കെട്ടുകൾ പല സ്ഥലത്തും തുടരുന്നുമുണ്ട്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? കഴിഞ്ഞ ദിവസം 2 മരണം തലസ്ഥാനത്ത് റിപ്പോർട്ടും ചെയ്തു മഴക്കെടുതിയിൽ, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, ഇന്നലെ തുടർച്ചയായ മഴയായിരുന്നു രാവിലെ മുതൽ പെയ്തുകൊണ്ടിരുന്നത്. ഇന്നും സമാനമായ തരത്തിൽ ഓറഞ്ച് അലർട്ട് അല്ല, ഇന്ന് മഞ്ഞ അലർട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ രാവിലെ മുതൽ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയതുറ പാലത്തിനടുത്താണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇതാണ്. കടലാക്രമണ ഭീഷണി കൃത്യമായി തീരമേഖലയിൽ നിലനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. കാരണം അതിശക്തമായ തിരമാലകളാണ് കരയിലേക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. തീരമേഖല മുഴുവൻ ആ ഭീഷണിയുടെ നടുവിലുമാണ്. വലിയതുറ, ചെറിയ തുറ, അഞ്ചുതെങ്ങ്, വെട്ടുകാട് തുടങ്ങിയ മേഖലകളിലൊക്കെ ഇതുതന്നെയാണ് സ്ഥിതി. പെരുമാതുറയിൽ ഇന്നലെ വള്ളം മറിയുന്ന സാഹചര്യം വരെ ഉണ്ടായി. കാരണം അത്രമാത്രം കടൽ ക്ഷോഭിച്ച ഒരു സാഹചര്യമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സ്വാഭാവികമായി കാലവർഷം എത്താനിരിക്കുന്നതേയുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇതാണ് സ്ഥിതി. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ എന്ന ആശങ്ക തന്നെയാണ് തീരമേഖലയിലെ ജനങ്ങളടക്കം പങ്കുവെക്കുന്നത്. സ്വാഭാവികമായി നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ കിള്ളിയാറ് കര കവിയുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. തുടർച്ചയായി പെയ്ത മണിക്കൂറുകൾ നീണ്ടുനിന്ന മഴയിൽ സമാനമായ സാഹചര്യത്തിൽ ഇന്നും മഴ രാവിലെ മുതൽ തുടങ്ങി എന്ന് വേണം പറയാൻ. കാരണം അതിശക്തമായിട്ടല്ല എങ്കിലും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആകാശം മേഘാവൃതമാണ്. സ്വാഭാവികമായി ഇന്നലത്തേതിന് സമാനമായ ശക്തമായ മഴയ്ക്ക് തന്നെയാണ് തലസ്ഥാന ജില്ലയിലും ഇന്ന് സാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും ഈ പൊന്മുടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അവധിയൊക്കെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മുതൽ ക്ലാസുകൾ തുടങ്ങാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഈ കുഞ്ഞുങ്ങളുമായി മലയോര മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് പൊന്മുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. എന്തായാലും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാര വകുപ്പ് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊന്മുടി എക്കോ ടൂറിസം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറക്കില്ല സന്ദർശകർക്ക് വേണ്ടി എന്നാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി വലിയ തരത്തിൽ ആ പ്രദേശങ്ങളിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാത്രികാലങ്ങളിലടക്കം യാത്ര പാടില്ല എന്ന കർശനമായ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. തീരമേഖലയിലേക്കും വിനോദസഞ്ചാരത്തിനായി ആരും പോകേണ്ടതില്ല എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. സ്വാഭാവികമായി വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടികളാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായി ശാശ്വതമല്ല എന്ന് വേണം പറയാൻ. കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലല്ല തലസ്ഥാന നഗരിയിലെ ഓടകളുടെ മറ്റും മാലിന്യ നീക്കം. അത് നേരത്തെ തന്നെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. പല പ്രദേശങ്ങളിലും മഴയൊന്ന് പെയ്ത് മാറിയാൽ ഉടൻ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് അത് 3-4 മണിക്കൂർ അങ്ങനെ നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് മണക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം അത് കണ്ടതുമാണ്. സ്വാഭാവികമായി ആ കനത്ത മഴയ്ക്ക് തന്നെയാണ് ഇന്നും സാധ്യതയെന്ന് വേണം കരുതാൻ. ആര്യ, ഡാൻ, ഒരു കാര്യം കൂടി, അതായത് ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫ്രെയിമിൽ തന്നെ നമ്മുടെ ഈ കടൽ കണ്ടിട്ട് ഭയങ്കര പേടിയാവുന്നുണ്ട്. കടലാക്രമണ സാധ്യത മുന്നിൽ കാണുന്നുമുണ്ട്. കടൽ കലുഷിതമാണ്. ഈ തീരദേശ മേഖലകളിൽ നിന്നൊക്കെ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ട ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളിലേക്കൊക്കെ ആലോചിക്കുന്നുണ്ടോ അധികൃതർ? എന്താണ് അങ്ങനത്തെ ഒരു സാഹചര്യം? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. സ്വാഭാവികമായി എല്ലാ കാലവർഷ സമയത്തും കടലാക്രമണ ഭീഷണി ഉണ്ടാകുമ്പോൾ സമാനമായ തരത്തിൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന നടപടികൾ അതെല്ലാ വർഷവും നടക്കുന്നതാണ്. സ്വാഭാവികമായി ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുമുണ്ട്. അത് കൃത്യമായി ഇവിടുത്തെ സ്കൂളുകളിലേക്ക് തന്നെയായിരിക്കും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന ഈ മത്സ്യത്തൊഴിലാളികളെ മാറ്റുന്ന നടപടി ഉണ്ടാകുക. നമുക്കറിയാം, ദൈന്യം നിറയുന്ന ഒരു ജീവിത സാഹചര്യം കൂടി നമുക്ക് അവിടെ പങ്കുവെക്കേണ്ടി വരും. കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയായി ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. എനിക്ക് പിന്നിൽ നിരവധിയായ ബോട്ടുകളാണ്, മത്സ്യബന്ധന ബോട്ടുകളാണ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്. ആ ബോട്ടുകളെ 2 ആഴ്ചയിലധികമായി കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയിട്ട് അന്നു വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം ദുസ്സഹമാകുന്ന തരത്തിലേക്ക് കടൽക്ഷോഭം കാര്യങ്ങൾ എത്തിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളും അതിശക്തമായ മഴ തന്നെ ഉണ്ടാകും.
അതിനോടൊപ്പമായിരിക്കും ട്രോളിംഗ് നിരോധനവും കൂടി എത്തുക. അങ്ങനെ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ താറുമാറായ അവസ്ഥയിലേക്ക് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ, കടലോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം മാറുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാകുക. അടിയന്തരമായ ഇടപെടൽ അത് റേഷൻ സൗജന്യമായി വിതരണം ചെയ്തുകൊണ്ടും മറ്റും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. എന്തായാലും ഈ അതിശക്തമായ കടലാക്രമണ ഭീഷണി തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ തീരമേഖലയെ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതും. തീർച്ചയായും ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് മഴ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയോളമായി അവർ കടലിലേക്ക് പോയിട്ട് അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ജോലിക്ക് പോകാതിരിക്കുമ്പോൾ കുടുംബം പട്ടിണിയാവുന്നു. ഇതൊക്കെ അധികൃതർ കാണേണ്ടതാണ്. എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ട വിഷയമാണ്. ഓരോ സാഹചര്യം വരുമ്പോഴും, മഴ വരുമ്പോഴും, കടലാക്രമണം വരുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്നതാണ്. പക്ഷേ ശാശ്വതമായ പരിഹാരങ്ങളിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ സംഭവിച്ചതാണ്. മഴ, വെള്ളക്കെട്ട് അത് എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എത്രത്തോളം വാഹനങ്ങളാണ് ഈ പൊടുന്നനെ ഉണ്ടായ മഴയിലും വെള്ളക്കെട്ടിലും നശിച്ചു പോയത്. പല വീടുകളിലേക്കും കടകളിലേക്കുമൊക്കെ ഇതേ കടയുടെ മേൽക്കൂര വരെ എത്തുന്ന തരത്തിലേക്ക് വെള്ളം പൊങ്ങിയിരിക്കുന്നു പല സ്ഥലത്തും. എന്തായാലും ഇന്ന് മഴ മാറി നിൽക്കുന്നത് ഒരു വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക്. കാരണം ഈ വെള്ളക്കെട്ടിൻ്റെ ദുരിതം ഒന്ന് കുറയാൻ അത് സഹായിക്കും. പക്ഷെ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ സമയത്തെ ഒരു കാലാവസ്ഥ നോക്കിയിട്ട് പറയാൻ കഴിയുകയുമില്ല. കാരണം ഏത് നിമിഷവും മഴ പെയ്യാം, ശക്തമായ മഴ പെയ്യാം. എത്ര പെട്ടെന്നാണ് പല സ്ഥലത്തും വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം കഴിഞ്ഞ ദിവസം 9 മണിയോടുകൂടി നമ്മൾ എറണാകുളത്തെ മഴ സാഹചര്യം പരിശോധിക്കുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ, മഴ അവിടെ ഇവിടെ ചെറുതായി പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ട് നൽകിയ വിവരം. പക്ഷെ 10 മണി ആയപ്പോഴേക്കും പെട്ടെന്ന് ഈ മേഘവിസ്ഫോടനം എന്ന ശാസ്ത്രജ്ഞർ പറയുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിലേക്ക് കടക്കുകയായിരുന്നു അവിടെ. പെട്ടെന്നാണ് അതിശക്തമായ മഴ പെയ്തത്. റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായി. ജനജീവിതം സ്തംഭിച്ച അവസ്ഥയിലേക്കായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ നീങ്ങിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് അടക്കം വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ശക്തമായ മഴ ഇന്ന് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ജാഗ്രത കൈവിടരുത്. ഏത് നിമിഷവും ശക്തമായ മഴയും മിന്നൽ പ്രളയവും അടക്കമുള്ളവയെ നമ്മൾ അഭിമുഖീകരിക്കാൻ തയ്യാറായിരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്.